أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സമയത്താണ് നമ്മൾ. റമളാൻ നമ്മളിലേക്ക് പ്രവേശിച്ചു. വളരെ വേഗത്തിൽ അതിൻ്റെ പകുതിയും നമ്മളിലൂടെ പിന്നിട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ 15ാമത്തെ നോമ്പിലാണ്. റമളാനിൽ നേടിയെടുക്കേണ്ടതായ എല്ലാവരും റെസ്റ്റ് എടുക്കുകയും കുറച്ചേരൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്തും ഈ ഒരു പഠനം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ് നാം. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കിതാബ് തൗഹീദാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബ് തൗഹീദിലെ ഒന്നാമത്തെ ഭാഗം, അതിൻ്റെ കിതാബ് തൗഹീദ് എന്ന ടൈറ്റിലുള്ള ആദ്യത്തെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കിതാബ് തൗഹീദ് എന്ന ആ ഒരു ടൈറ്റിലിന്റെ കീഴിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ് 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് 10 മസ്അലകൾ വിശദീകരിക്കപ്പെട്ട ആയത്തുകൾ. 10 മസ്അലകൾ വിശദീകരിക്കപ്പെട്ട ആയത്തുകൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ആയത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതാണ് ആയത്ത് എന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? അന്നാമം 151, 152, 153. മാഷാ അല്ലാഹ്. സൂറത്തു അന്നാം 151, 152, 153 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ആ ആയത്തുകളും അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചതാണ്. ഇന്ന് അതിലേക്ക് പോകുന്നില്ല. ആ 3 ആയത്തുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അത് 10 കാര്യങ്ങൾ അതിൽ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം, അതിൽ അള്ളാഹു ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണ് എന്ന് പറയാനാണ് നമ്മൾ ആയത്തിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. ഇനി അതേപോലെ തന്നെ 18 മസ്അലകൾ വിശദീകരിക്കപ്പെടുന്ന ആയത്തുകളുണ്ട്. 18 മസ്അലകൾ വിശദീകരിക്കപ്പെടുന്ന ആയത്തുകൾ. അത് ഏതൊക്കെ ആയത്തുകളാണ്? നമ്മളുടെ ഈ നമുക്ക് പഠിക്കാനുള്ള റഫറൻസിൽ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ച ആയത്താണ്. ആ ആയത്തിന്റെ കൂടെയുള്ള കാര്യങ്ങളിൽ 18 മസ്അലകൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഏത് ആയത്തുകളാണെന്ന് അറിയോ? ആർക്കെങ്കിലും പറയാമോ? അതിൽ നമ്മള് സൂറത്തുൽ ഇസ്രായിലെ ഒരായത്ത് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. തൗഹീദുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്ത് സൂറത്തുൽ ഇസ്രായിലെ ഒരായത്ത് നമ്മൾ അവിടെ പറഞ്ഞു. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞ ആ ആയത്ത്. ആ ഇസ്രാഇന്റെ 22 മുതൽ 39 വരെയുള്ള ആയത്തുകൾ. അതില് കിതാബ് തൗഹീദിന്റെ ഷറഹിൽ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ 18 മസ്അലകളാണ് ഈ 22 മുതൽ 39 വരെയുള്ള ആയത്തുകളിൽ ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ ഇസ്രാഇന്റെ 22 മുതൽ 39 വരെയുള്ള ആയത്ത്, അതിൽ 18 മസ്അലകളുണ്ട് എന്ന് പറഞ്ഞാൽ 18 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടക്കവും അതിന്റെ അവസാനവും എന്താണ്? ഈ തൗഹീദിനെ കുറിച്ചുള്ള ഭാഗമാണ്. അതിന്റെ തുടക്കം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് ഒതുക്കെ. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ.
ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ ഇസ്രാഇന്റെ 22-ാമത്തെ ഭാഗം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 23-ാമത്തെ ആയത്തും കാണാം. 23-ാമത്തെ ആയത്തും അത് തന്നെ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്ത്. ഞാൻ വിശദീകരിക്കാനുള്ള സമയമില്ല, കാരണം നമ്മളത് മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് വേഗം പറഞ്ഞു പോവുകയാണ്. ഇസ്രാ 22-ഉം ഇസ്രാ 23-ഉം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്, തീരുമാനമാണ്. 22, 23 കഴിഞ്ഞിന് 39 വരെ കുറെ കാര്യങ്ങൾ അള്ളാഹ് പറയുന്നുണ്ട്. ആ 39 വരെയുള്ള കാര്യങ്ങളിൽ ഇനി 39-ാമത്തെ ആയത്തിൽ പറയുന്ന എന്താ നിങ്ങൾ നോക്കിയേ. ആ 39-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ആ ഭാഗം ഒന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചേ. ആ സ്ക്രീൻ ഒന്നുകൂടി ഒന്ന് വലുതാക്കിയാൽ ക്ലിയർ ആകുമായിരുന്നു. ഓക്കെ, മതി മതി. വലാ തജ്അൽ, ആ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിക്കും ആരെങ്കിലും. ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ അവിടെയും അള്ളാഹ് പറയുന്നത്, അതായത് 22, ഞാൻ നേരത്തെ പറഞ്ഞു 22-ാമത്തെ ആയത്തിൽ തുടങ്ങി 18ഓളം കാര്യങ്ങൾ പറഞ്ഞ് 39-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുമ്പോഴും വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെയും നിങ്ങൾ ഏർപ്പെടുത്തരുത് എന്ന് പറയുകയും, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെട്ടവനായും ആട്ടപ്പെട്ടവനായും കൊണ്ട് നരകത്തിൽ ഇടപെടും, നിങ്ങളെ നരകത്തിലേക്ക് അള്ളാഹു എറിയും എന്നാണ് ആ ആയത്തിലും അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ആയത്തുകളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ 10 അവകാശങ്ങളുടെ ആയത്ത് എന്ന് പേര് വെക്കപ്പെട്ട ഒരായത്ത്, 10 അവകാശങ്ങളുടെ ആയത്ത് എന്ന് പേര് വെക്കപ്പെട്ട ഒരായത്ത് കൂടി നമ്മുടെ ബുക്കിൽ പറഞ്ഞു. അത് ഏതായത്താണ്? 10 മസ്അലകൾ അതിൽ പറയുന്നുണ്ട്. അത് ഓർമ്മയുണ്ടോ? 19. കേട്ടില്ല. നിസ, സൂറ നിസ 39-ാമത്തെ ആയത്തിൽ. സൂറത്തു നിസാ 39. ആ ആയത്തൊന്ന് ഓതുവോ ആരെങ്കിലും? അതില് 36 കേട്ടോ. സൂറത്തു നിസാ 36-ാമത്തെ ആയത്ത്. അത് മുഴുവൻ ഓതണ്ട, അതിന്റെ തുടക്കം. أعوذ بالله من الشيطان بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخور. മുഖ്താലൻ ഫഖൂറ, അവിടെ ഫഖൂറ റാ എന്ന് പറഞ്ഞാണ് വഖഫ് ചെയ്യേണ്ടത്. ഓക്കെ, കാന മുഖ്താലൻ ഫഖൂറാ. ഓക്കെ, മാഷാ അല്ലാ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, അതിന്റെ തുടക്കം, ആ ആയത്തിന്റെ 10 കാര്യങ്ങൾ പറയുന്നതിന്റെ തുടക്കം അവിടെയും വഅബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ യാതൊന്നും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറയാണ്. ഇനി ബാക്കി ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ തുടർന്നൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു നോക്കാം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്നായി പെരുമാറണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട് നന്നായി പെരുമാറണം. വൽയത്താമ, അനാഥകളോട് നന്നായി പെരുമാറണം, അനാഥകളോടുള്ള ബാധ്യത നിർവഹിക്കണം. വൽ മസാഖീൻ, പാവപ്പെട്ടവരോട് നന്നായിട്ട് പെരുമാറണം, ആ പാവപ്പെട്ടവരോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. വൽ ജാരി ദിൽ ഖുർബ, അതേപോലെ കുടുംബ ബന്ധത്തിലുള്ള അയൽവാസികളോട് നന്നായി പെരുമാറണം, അവരോടുള്ള ബാധ്യത നിർവഹിക്കണം. വൽ ജാരിൽ ജുനുബി, ഇനി കുടുംബ ബന്ധം ഇല്ലാത്ത
അയൽവാസിയോടും നന്നായി പെരുമാറണം, അയാളോടുള്ള മര്യാദകൾ പാലിക്കണം, അയൽപക്ക ബന്ധങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റണം. വസ്വാഹിബി ബിൽ ജംബി, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നന്നായി പെരുമാറണം. വബിലി സബീലി, വഴിയാത്രക്കാരോട് നന്നായി പെരുമാറണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരോടും നിങ്ങൾ നന്നായി പെരുമാറണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അള്ളാഹു ഒരു ദുരഭിമാനിയെയും വഞ്ചകരായ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതില് ഈ 10 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ, നന്മകൾ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഇത് ഓരോന്നും വിശദീകരിക്കണമെങ്കിൽ നമുക്കറിയാലോ, ഒരുപാട് സമയമുണ്ട്. ഒരുപാട് ബന്ധങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത് മൊത്തം. നമുക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ, കടമപ്പെട്ട ആളുകളുണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, സ്നേഹിതന്മാരുണ്ട്. ഇനി നമുക്കൊരു പരിചയമില്ല, നമ്മളൊരു യാത്ര പോകുന്ന ഇടയിൽ ഒരു ബസ്സിൽ കയറിയാൽ, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ വഴിയാത്രക്കാരായ ആളുകളാണ്. അവരോടുമൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്. അവരോട് മാന്യമായി പെരുമാറണം. അവരോടുള്ള സഹകരണ മനോഭാവത്തോടു കൂടി പെരുമാറണം. ഇതെല്ലാം നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ അവിടെയും ഈ ബാധ്യതകളൊക്കെ പറയുന്നതിന്റെയും തുടക്കം എന്താണെന്ന് പറഞ്ഞത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനിൽ നിങ്ങൾ യാതൊന്നും പങ്കു ചേർക്കരുത്. അപ്പൊ നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ 3 ഭാഗം പറഞ്ഞല്ലേ, ഒരു 10 കടമകൾ വിശദീകരിച്ച സൂറത്തുൽ അൻആമിന്റെ ആയത്ത് പറഞ്ഞു, അതേപോലെ 18 മസ്അലകൾ വിശദീകരിച്ച സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തുകൾ പറഞ്ഞു, പിന്നെ വീണ്ടും 10 കാര്യങ്ങൾ വിശദീകരിച്ച സൂറത്തുൽ നിസായിലെ ആയത്തുകൾ പറഞ്ഞു. ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. തൗഹീദിനെ കുറിച്ച് ആവർത്തിച്ച് അള്ളാഹു പറയാണ് ഈ ആയത്തുകളിലൊക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ, പലപ്പോഴും നമ്മളൊക്കെ കൂടുതൽ പ്രാധാന്യവും ഇതുമൊക്കെ കാണുന്നത് മറ്റ് കാര്യങ്ങൾക്കാണ്, മറ്റ് നന്മകൾക്കോ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കോ ഒക്കെ ആണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളെല്ലാം പ്രഥമമായും പ്രധാനമായും നമ്മോട് സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയവും അവനിൽ യാതൊന്നും പങ്കു ചേർക്കരുത് എന്ന ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവിന് നമ്മളോട് ഏറ്റവും പ്രഥമമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള നന്മകൾ ഉണ്ടാവേണ്ടത്. അതിനോടൊപ്പമാണ് മറ്റുള്ള ഏത് നന്മകളും നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. കാരണം അതില്ലെങ്കിൽ ബാക്കി നന്മകളൊക്കെ വെറുതെ ആയി പോകും, നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ വിശദീകരിച്ചതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണ സന്ദർഭത്തിലെ പ്രവാചകന്റെ വസിയത്തുകൾ എന്ന് വിശേഷിക്കപ്പെട്ട ആയത്തുകൾ, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ ഒരു സൂറത്തിലെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ സന്ദർഭത്തിലെ വസിയത്ത് എന്നാണ് അതിനെക്കുറിച്ച് ഒരു സ്വഹാബി നമുക്ക് വിശദീകരിച്ചു തന്നത്. ഏത് ആയത്തുകളാണത്? ഞാനിപ്പോ ഈ പറഞ്ഞ 3 സൂറത്തിലെ ഏത് ആയത്തുകളാണ് മരണ സന്ദർഭത്തിലെ നബിയുടെ വസിയത്ത് എന്ന് പരിചയപ്പെടുത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നിസായിലെ അല്ലേ? നിസ ആണോ? പറയ് എല്ലാരും. അന്നാമാണോ? ഞാനാണോ ആണോ എന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതാണെന്ന് പറയണം. അന്നാമാണോ? ബാക്കി എല്ലാരും ഉറക്കാണോ? കുറച്ച് ആളുകളല്ലേ മിണ്ടുന്നുള്ളൂ. കമന്റിലുണ്ടാ? സൂറത്ത് അൻആം 153 ആ, മാഷാ അല്ലാ. സൂറത്തു അൻആമാണ്. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടിട്ടാ, നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഈ ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഞാൻ അതിന്റെ ഒരു പ്രധാന ഭാഗം മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യസമയത്തെ, അവസാന സമയത്തെ വസിയത്ത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആരാണ് അത് പറഞ്ഞതെന്നറിയോ? ആ സ്വഹാബി ആരാണ്? ഏത് സ്വഹാബിയാണ് പറഞ്ഞത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്താണെന്ന്? ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ? ഓക്കെ. നിങ്ങള് ആ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഇത് വരും, ആ ഭാഗം ഒന്ന് ആരെങ്കിലും വായിക്കാം. മരണസമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത്, ഒന്ന് ആരെങ്കിലും ഒരാൾ വായിച്ചേ. ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിക്കട്ടാ. മരണസമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത്. മതി സ്റ്റോപ്പ്.
ഒരാൾ വായിച്ചേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും നബിയുടെ അവസാന വസിയത്ത് നോക്കിക്കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ആറാം സൂറത്ത് 151, 152, 153 പാരായണം ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്ത് അത് നോക്കിക്കാണാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി? ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ മതി. ഏതായത്തുകളാണത്? സൂറത്തുൽ അൻആമിലെ 151, 152, 153 ആയത്തുകളാണത്. പിന്നെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചാണ്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വഇയ്യാഹും വലാ തഖറബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. ഇതാണ് 151-ാമത്തെ ആയത്ത്. 152-ാമത്തെ ആയത്ത് വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. 153-ാമത്തെ ആയത്ത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ടാണ് മുഴുവൻ ഓതാത്തത്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കണം, അല്ലെങ്കിൽ ഈ ആയത്തുകളൊന്ന് അതിന്റെ അർത്ഥം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഈ 3 ആയത്തുകളെ കുറിച്ചാണ് പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്ത് അത് നോക്കിക്കാണാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആയത്തുകൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അത്രയും പ്രാധാന്യം ഉണ്ടെന്നർത്ഥം. നബിയുടെ അവസാനത്തെ വസിയത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം ഈ ആയത്തുകൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി പിന്നെ നമുക്ക് ആദ്യത്തെ അധ്യായത്തിൽ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഖുർആൻ ആയത്തുകളുടെ കൂടെ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സ്വഹാബി യാത്ര ചെയ്യുന്ന ഒരു ഹദീസാണ്. ഏത് സ്വഹാബിയാണ് നബിയുടെ കൂടെ യാത്ര ചെയ്തതെന്നറിയോ? മുആദ്. മുആദാണ്. മുആദ് അല്ലെ? മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേരെന്താ? മുആദ് ഇബ്നു ജബൽ. മാഷാ അല്ലാഹ്. മുആദ് ബിനു ജബൽ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലെ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്ത സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? എന്തായിരുന്നു? ആർക്കും പറയാട്ടോ? എന്താ ഞാൻ മുആദേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. മുആദേന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദേ നിനക്ക് അറിയുമോ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള അവകാശം എന്താണ്? അള്ളാഹുവിന് അടിമകളോടുള്ള അവകാശം എന്താണ്? ഇത് നിനക്ക് അറിയുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്. അഥവാ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താണ്? അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശം എന്താണ്? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു എന്താ മറുപടി പറഞ്ഞത്? എന്ത് മറുപടിയാണ് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതിന് ഉത്തരം പറഞ്ഞോ? ഇല്ല, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അറിയാം. യെസ്, മാഷാ അല്ലാഹ്. അല്ലാഹു റസൂലുഹു അലം. മുആദ് റളിയല്ലാഹു അൻഹു അതിന്റെ ഉത്തരം അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒന്നും പറയാൻ ശ്രമിച്ചില്ല, മറിച്ച് അല്ലാഹു റസൂലുഹു അലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് കൂടെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ത് ചെയ്യും? പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം എന്ന് അവര് ഒരു ഉത്തരം അറിയാത്ത സമയത്ത് അവരങ്ങനെയാണ് പറയാറ്, അല്ലാഹു റസൂലുഹു അലം എന്ന്. അപ്പൊ അതേ മറുപടി മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് പിന്നെ നമ്മൾ മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം എന്താണ്? അള്ളാഹുവിന് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അവനെ മാത്രം ആരാധിക്കുകയും മതിയോ? തീർന്നില്ല. അവനെ മാത്രം ആരാധിച്ചാൽ മതിയോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക.
നമ്മുടെ പ്രധാന വിഷയം അവിടെയാണ് കേട്ടോ. നമ്മൾ ഈ ആരാധനയിൽ മാത്രം പറഞ്ഞ് നിർത്തരുത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ സംഗതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ അവകാശമാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ അവകാശം ആരെങ്കിലും പിന്നെ നമുക്ക് വകവെച്ച് നൽകിയില്ലെങ്കിൽ നമുക്ക് എന്താ തോന്നാ? അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല അത് എന്റെ അവകാശമാണ്. അവകാശം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? നമ്മുടെ വീട്ടില് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശീലമൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ അധികാര പരിധിയിൽ ഒക്കെ പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ആവും. അതിന് വിപരീതമായിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഉണ്ടാവുക? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, നമുക്ക് ചിലപ്പോൾ അത് മിണ്ടാതിരിക്കാൻ കഴിയില്ല, നമ്മൾ പ്രതികരിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ അവകാശം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ വരികയാണ്. എനിക്ക് കിട്ടേണ്ടത് എന്ത് ചെയ്യുന്നില്ല, കിട്ടിയില്ല. എന്റെ ന്യായമായ അവകാശമാണ്, അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ അസ്വസ്ഥനായിരിക്കും, ഞാൻ ദേഷ്യപ്പെടും, എന്റെ സ്വഭാവം മാറും. അപ്പൊ അത് മനുഷ്യര് തന്നെ എന്താണ്, അവനവന് കിട്ടേണ്ട അവകാശങ്ങളോ ബാധ്യതകളോ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വന്നാൽ അവരുടെ പിന്നെ എല്ലാ ഇതും മൈൻഡും ഒക്കെ മാറി. എന്നാൽ ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമാണത്. അല്ല നമ്മൾ ഔദാര്യമായിട്ട് ചെയ്യുന്നതൊന്നും അല്ല. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഔദാര്യം എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അവകാശമാണ്. അത് അള്ളാഹുവിന് കിട്ടാൻ അർഹതപ്പെട്ടതാണ്. കാരണം അത്രയും പിന്നെ അനുഗ്രഹങ്ങളും നന്മകളും അള്ളാഹു നമുക്ക് ചെയ്തു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യതയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള ബാധ്യത നമ്മൾ മനസ്സിലാക്കി, ഇത് അള്ളാഹുവിനോടുള്ള എന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അള്ളാഹു പറഞ്ഞ ആരാധനകൾ കൃത്യമായിട്ട് നിർവഹിക്കാനും, അതോടൊപ്പം അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ബാധ്യത വേറൊരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ബാധ്യത വേറൊരാൾക്ക് കൊടുത്താൽ അള്ളാഹു അത് അംഗീകരിക്കില്ല, അള്ളാഹു അത് ഇഷ്ടപ്പെടില്ല, അള്ളാഹുവിന് അത് പൊറുക്കാൻ കഴിയില്ല, അള്ളാഹുവിന് അത് ഏറ്റവും കൂടുതൽ അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അവകാശം എന്താണെന്ന് നമുക്ക് അറിയിച്ചു തരികയാണ് ആ ഹദീസിൽ. അള്ളാഹുവിന്റെ അവകാശം എന്താണെന്ന് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്താണ്? അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന് അത് കിട്ടണം, അത് അള്ളാഹുവിന് അവകാശമാണ്, അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ആരാധനകളെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് നമ്മൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താണ്? അപ്പൊ ഇത് അവർ ചെയ്താലാണ് കേട്ടോ. ഈ കാര്യം ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിന്റെ ഒരു ദാസൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവൻ ജീവിച്ചു. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന്റെ ദാസന് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടിയാ നൽകിയത്? അള്ളാഹു അവനെ നരകം നിഷിദ്ധമാക്കും. അള്ളാഹു പിന്നെ അവന് നരകം നിഷിദ്ധമാണ്. അതോടൊപ്പം എന്താ? അള്ളാഹു അവനെ ശിക്ഷിക്കാതിരിക്കുക. അള്ളാഹു അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. അതായത് അങ്ങനെ ഈ ഒരു കാര്യത്തിൽ കൃത്യത പാലിച്ച ഒരു അണുമണിത്തൂക്കം പോലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ജീവിച്ചു മരണപ്പെട്ട ഒരു വ്യക്തിക്ക് അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹു നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യർക്ക് നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ ഹദീസിലൂടെ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് കുറെ പാഠങ്ങളുണ്ട്, അല്ലെ? ഈ ഹദീസിൽ ഒരുപാട് ഗുണപാഠമുള്ള ഒരു ഹദീസാണിത്. നമ്മൾ ആയത്തിലെ കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്തൊക്കെ കാര്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് കിട്ടിയത്? ഓരോരുത്തരൊന്ന് പറഞ്ഞു, എന്തൊക്കെ പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന്, എന്തെല്ലാം പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഓരോരുത്തർ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഗുണപാഠങ്ങളെന്ന് പറഞ്ഞേ. 10-60 ആൾക്കാരുണ്ട് ഇതില്. ഇപ്പൊ 60 ഗുണപാഠങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും.
ഒരെണ്ണം ആരെങ്കിലും പറയും. അള്ളാഹുവിനെ മാത്രം ആരാധനയോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഓക്കെ, എളുപ്പമുള്ള രണ്ടെണ്ണം ആദ്യത്തെ ആള് പറഞ്ഞു. അത് ആദ്യത്തെ ആൾക്ക് കിട്ടിയ ഓഫറാണ്. അത് കഴിഞ്ഞു. ഇനി അടുത്ത ആള് പറയും. ഷിർക്ക് ചെയ്യാതിരുന്നാല് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഷിർക്ക് ചെയ്യാതിരുന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, വേറെ ആ കണ്ടന്റ് മാത്രം നിങ്ങൾ നോക്കണ്ട. കണ്ടന്റും ആ സംഭവം ഹദീസിന്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാല് അതിൽ നിന്ന് കുറെ ആശയങ്ങൾ നമുക്ക് കിട്ടും. വേറെ ആർക്കെങ്കിലും വേഗം ഒന്ന് പറയാവോ? താഗൂത്തുകളെ ഒഴിവാക്കുക. താഗൂത്തുകളെ ഒഴിവാക്കുക, അത് ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഭാഗത്തിൽ അത് പെടുത്താം. പിന്നെ ആ ഹദീസിന്റെ ഭാഗം ഓക്കെ, നമുക്ക് ആ ഹദീസിന്റെ പാഠങ്ങളിലേക്ക് ഒന്ന് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതില് ഒന്നാമത്തത് നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. ഒന്നെന്താണ്? കടമകൾ മനസ്സിലാക്കണം. നമുക്ക് ഉള്ള കടമ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതാണ് ഒന്നാമത്തെ ഹദീസിന്റെ അതിൽ നിന്ന് കിട്ടേണ്ട പ്രയോജനം. അതാണ് അള്ളാഹുവിനോടുള്ള കടമ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ, അല്ലെ? അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത എന്താ നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ബാധ്യത അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അവരിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ കടമ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാളും അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകില്ല. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ പോലും നിങ്ങൾ കണ്ടില്ലേ, ഒരു തങ്ങൾ ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ട് ആ കൊടിമരത്തിൽ കുറെ ആൾക്കാർ അവിടെ പെണ്ണുങ്ങളെ ആ കൊടിമരത്തിൽ പിടിക്കരുത്, അതേപോലെ ആ കൊടിമരത്തിൽ കാക്ക അപ്പിയിടാറില്ല, അതേപോലെ അവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ മൊത്തം കുറെ ആളുകൾ കൊണ്ട് പൈസ ഇടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ഈ ആളുകൾ, നമ്മൾ ആരും വെറുതെ ഒരു സ്ഥലത്തുകൊണ്ട് പൈസ ഇടൂല. ഒരാള് ഒരു സ്ഥലത്തുകൊണ്ട് പൈസ ഇടുന്നെങ്കിൽ അവിടെ നിന്ന് അവന്റെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പൈസ കൊടുക്കുന്ന എന്തിനാ? ഇപ്പൊ പള്ളിയിൽ എന്തെങ്കിലും ഒരു കളക്ഷൻ പറയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന എന്തിനാ? അത് കൊടുത്താൽ എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടും എന്ന് കരുതിയിട്ടാ. അതേപോലെ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത് എന്തിനാ? നോമ്പ് തുറപ്പിച്ചവന്റെ പ്രതിഫലം കിട്ടാനാണ്, അല്ലെ? അതേപോലെ നമ്മുടെ പള്ളിയിലൊക്കെ വന്ന ആളുകൾ ചിലപ്പോ ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും അതേപോലെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ റമദാനാകുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ സ്ഥാപനത്തിന് വേണ്ടി കളക്ഷനൊക്കെ വരുമ്പോഴും നമുക്ക് അവരെ അറിയില്ല, ആ സ്ഥാപനത്തെ അറിയില്ല, അവിടെ പഠിക്കുന്ന കുട്ടികളെ അറിയില്ല. എങ്കിലും നമ്മൾ കൊടുക്കും. എന്തിനാ? അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ആ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ നിയത്ത്. അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ, അറബി കോളേജുകൾ, പള്ളികൾ, മദ്രസകൾ, ഇങ്ങനെ എവിടെ നിന്ന് ആര് വന്ന് സദക്ക ചോദിച്ചാലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഉദ്ദേശം എന്താ? ആ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അവിടെ പ്രതിഫലം കിട്ടും എന്നാണ്. എന്നാല് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ചില ആളുകൾ ഇങ്ങനെ ഇതേപോലുള്ള ചില കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ മഖ്ബറകളിൽ, അല്ലെങ്കിൽ ഇതേപോലുള്ള കൊടിമരത്തിന്റെ ഒക്കെ അവിടെ, അല്ലെങ്കിൽ അതേപോലുള്ള പ്രത്യേകമായ നേർച്ചപ്പെട്ടി, ബദരീങ്ങളുടെ വക നേർച്ചപ്പെട്ടി, അതേപോലെ അങ്ങനെയുള്ള പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ട് നേർച്ചയിടുമ്പോൾ, പൈസ ഇടുമ്പോൾ, അവിടെ എന്താണ്, എന്തിനു വേണ്ടിയാണ് ആളുകളായി ഇടുന്നത്? അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഗുണം പ്രത്യേകമായിട്ട് കിട്ടും. അല്ലെങ്കിൽ അവിടെ ആ കൊടിയുടെ കീഴിൽ പൈസ ഇട്ട് കൊടുത്താൽ അവരുടെ വിചാരിച്ച ഒരു കാര്യം നടക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു രോഗം മാറും, അല്ലെങ്കിൽ അവരുടെ കല്യാണം നടക്കാൻ വേണ്ടി, അതേപോലെ പല കാര്യങ്ങൾ, ആഗ്രഹ സഫലീകരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആളുകൾ മക്ബറയിലേക്കും മറ്റുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ പൈസ ഇടുന്നതും പൈസ കൊടുക്കുന്നതും അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടതാണ്. നമുക്ക് രോഗം മാറ്റുന്നത്, നമുക്ക് നന്മ നൽകുന്നത്, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ തടയുന്നത്, ഹൈറാവട്ടെ ഷർറാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ സകലതും അള്ളാഹുവിൽ നിന്ന് എന്ന് പ്രതീക്ഷിക്കുന്നവരും, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അതിന് യാതൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ആ ഈമാനിനെ നശിപ്പിക്കാനും ആ ഈമാനിനെ ദുർബലപ്പെടുത്താൻ, ആ ഈമാൻ എന്തേലും പറഞ്ഞോ? ഓക്കെ, അപ്പൊ ആ ഈമാനെ ദുർബലപ്പെടുത്താനും വേണ്ടിയിട്ടൊക്കെയുള്ള ചില ഇടപെടലുകളാണ് ഇത്തരം ആത്മീയ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കി, ഈ അള്ളാഹുവിനോടുള്ള ബാധ്യത മനസ്സിലാക്കിയ ഒരാൾക്ക്
അള്ളാഹുവിനോടുള്ള ഇബാദത്ത്, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ എളുപ്പ വഴി അല്ലെങ്കിൽ പെട്ടെന്നുള്ള വഴി ഒന്നും അവൻ അവിടെ പ്രയോഗിക്കേണ്ട കാര്യമില്ല. അവൻ എവിടെയാണെങ്കിലും അള്ളാഹുവിനോട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിച്ച് സ്വതക്കകൾ നൽകി അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും നേടിയെടുക്കാൻ അവന് സാധിക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കോ അതല്ലെങ്കിൽ മക്ബറകളിലേക്കോ ജാറങ്ങളിലേക്കോ ഒന്നും അവന് പോകേണ്ടി വരില്ല. അത് തൗഹീദ് ഹൃദയത്തിൽ ഉണ്ടായാലുള്ള ഗുണമാണ്. അവനെ ഒരു തരത്തിലും തട്ടിപ്പിൽപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് തൗഹീദ് കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. നമ്മുടെ അടുത്ത അധ്യായം തന്നെ അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതായിരുന്നാലും പിന്നെ അങ്ങനെ ഈ ഹദീസിൽ നമുക്ക് ഒന്നാമതായി പറഞ്ഞു തരുന്നത് അള്ളാഹുവിനോടുള്ള ആ ബാധ്യത മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി രണ്ടാമത് അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതില് ആ ഹദീസിന്റെ ഭാഗത്ത് അവസാന ഭാഗത്ത് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഈ കാര്യം ജനങ്ങളെ അറിയിക്കട്ടെ എന്ന്. നബി ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഫലാ ഉബശ്ശിറുൻ നാസ, ഞാനിത് ജനങ്ങളെ വേഗം ഈ കാര്യം അറിയിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വേണ്ട, അതിപ്പോ നീ അവരോട് പറയണ്ട. അത് പറഞ്ഞാൽ ഫയത്തക്കിലു, അവര് അതിലിങ്ങനെ പിന്നെ ഒതുങ്ങിപ്പോകും, അതിലേക്ക് അവർ അഭയം തേടി പോകും എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഇത് മാത്രം ചെയ്താൽ മതി, എന്നാ പിന്നെ എനിക്ക് അള്ളാഹുവിന്റെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് അവര് ചിന്തിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നീ ഇപ്പൊ ഇത് പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അതിൽ നിന്ന് തടഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അറിവ് നീ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നന്മ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ. അപ്പൊ അവിടുത്തെ ഒരു ഉദ്ദേശം മസ്ലഹത്തായിരുന്നു, നന്മയാണ് ഉദ്ദേശിച്ചത്. അഥവാ ഇത് പറഞ്ഞു കൊടുത്താൽ ആളുകള് പിന്നെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ചെയ്യുന്ന നന്മകൾ കുറഞ്ഞു പോകാൻ അത് കാരണമായാലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിപ്പോ പറയണ്ട എന്നാണ്. അപ്പൊ അങ്ങനെ നല്ല ഉദ്ദേശത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ അത് പറയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ഭാഗം അത് എല്ലാം പറയേണ്ടതില്ല എന്നല്ല, ശരിക്കും അറിവ് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു സംഗതി ഉണ്ട്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. നല്ല ഉദ്ദേശത്തോടെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അതല്ലാതെ അത് പറഞ്ഞു കൊടുത്താൽ അവർ അതിൽ മാത്രം ഇങ്ങനെ ചാഞ്ഞു പോകും എന്നാണ്. എന്നാൽ അറിവ് മറച്ച് വെക്കുക എന്നത് മറ്റൊരു അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഈ മുൻ സമുദായത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. അവരെന്താണ്, വേദഗ്രന്ഥങ്ങളിൽ ഉള്ള അറിവുകൾ മറച്ചു വെക്കുന്ന ആളുകളുണ്ട് എന്ന് ഖുർആന് പറയുന്നുണ്ട്. സൂറത്തു ബഖറയുടെ 159 ആയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സാന്ദർഭികമായി ഞാൻ പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ 159 ആയത്തില് ഈ അറിവ് മറച്ചു വെച്ച ചില പുരോഹിതന്മാരെ കുറിച്ചുള്ള പറയുന്നുണ്ട്. അതെന്താണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, അള്ളാഹു അവതരിപ്പിച്ച തന്ന പിന്നെ സന്മാർഗവും തെളിവുകളുമെല്ലാം മറച്ചു വെക്കുന്നവർ, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി, ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചതിന് ശേഷം, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിലൂടെ, അഥവാ അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മാർഗദർശനവും പിന്നെ ആ സന്മാർഗവും എല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ട് അത് മറച്ചു വെക്കുന്ന ആളുകൾ, അവർ ഉലായിക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലായിനൂൻ, അക്കൂട്ടരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശപിക്കുന്നവരെല്ലാം അവരെ ശപിച്ചിരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാം ശാപം അവരുടെ മേലുണ്ട്. എന്ത്? അറിവ് മറച്ചു വെക്കുന്ന ആള്, അഥവാ ജനങ്ങള് നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ തൗഹീദിന്റെ മാർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, അതേപോലെ ഷിർക്കിന്റെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയും, അതേപോലെ ഇവരുടെ വരുമാന മാർഗങ്ങളും ഇവരുടെ ഈ ഭൗതികമായ സുഖങ്ങളും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നന്മകൾ മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളത് ഒളിപ്പിച്ചു വെക്കുകയും അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ രൂപത്തിൽ അറിവ് മറച്ചു വെക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. അത് പിന്നെ ഈ പറഞ്ഞ ജൂത നസാറാക്കളുടെ ആളുകളുടെ ചില പുരോഹിതന്മാരും അവരുടെ ചില പണ്ഡിതന്മാരും ഒക്കെ ചെയ്ത നിലപാടുകളെ കുറിച്ച് ഖുർആൻ വിമർശിക്കുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്, എല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം എല്ലാവരോടും പറയേണ്ടതില്ല. നമ്മൾ സാധാരണ ഒരു തത്വമാണത്. അപ്പൊ എല്ലാ കാര്യവും എല്ലാവരോടും എന്ത് ചെയ്യേണ്ടതില്ല, പറയേണ്ടതില്ല. അത് സന്ദർഭവും സാഹചര്യം അനുസരിച്ച്. ഇപ്പൊ ഇവിടെ എന്താണ്, മുആദ് റളിയല്ലാഹു അൻഹു നബി ഇത് പറഞ്ഞു, മറ്റുള്ളവരോട് പറയണ്ട എന്നും പറഞ്ഞത്. മുആദ് റളിയല്ലാഹു അൻഹു അത് പറയാം, മുആദ് റളിയല്ലാഹു അൻഹു അത് പറയാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി.
അതേപോലെ ഇവരോടും പറയാ, അതിപ്പോ പറയണ്ട, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞാൽ മതി. അപ്പം അറിവിനും എന്തുണ്ട്, ചില സന്ദർഭങ്ങളിൽ അത് പറയേണ്ടതായ സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട് എന്നുകൂടി നമുക്കിത് മനസ്സിലാക്കാം. എപ്പോഴും കയറി എവിടെയും കയറി എന്തെങ്കിലും പറയാനുള്ളതല്ല, മറിച്ച് സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് ആ പറയേണ്ടടുത്ത് പറഞ്ഞാലാണ് അതിന് കൃത്യമായ ഫലം കിട്ടുന്നത്. അത് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നേരെ എതിരായിട്ടുള്ള ഒരു ദൂഷ്യഫലം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നന്മ ഉദ്ദേശിച്ച് പറഞ്ഞതിന് പോലും ചിലപ്പോൾ വിപരീതമായ ഫലം കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ട് അറിവുകൾ പറയുന്ന ആ ഒരു സന്ദർഭവും സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പറയേണ്ടടുത്ത് പറയുകയും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതില്ലെങ്കിൽ അത് പറയാതിരിക്കുകയും ചെയ്യാം എന്നതാണ്. അഥവാ അത് മറച്ചു വെച്ചതുകൊണ്ട് ജനങ്ങൾക്ക് എന്തില്ല, ഉപദ്രവം ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ അത് പിന്നീട് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പറയാനുള്ള അനുവാദം ഉണ്ട് എന്ന് ഇതിന്റെ പിന്നെ ഷറഹിൽ നമുക്ക് കാണാം. ഇപ്പൊ ജവാസു കത്തുമാനുൽ ഇൽമി ലിൽ മസ്ലഹ എന്നാണ് അതിന് പറയാം. അതായത് നന്മക്ക് വേണ്ടി ഇൽമ് എന്ത് ചെയ്യാം, തൽക്കാലം പിന്തിപ്പിച്ചു വെക്കാം എന്നത് ഇതിലുണ്ട്. ഇനി അതേപോലെ മറ്റൊരു സംഗതിയാണ് ഇതിലുള്ളത്. എന്താണ്, ഈ മുആദ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട മാത്രയിൽ മുആദ് റളിയല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താ, അഫല ഉബശിറു നാസ യാ റസൂലല്ലാഹ്, ഞാനിത് വേഗം ജനങ്ങളെ അറിയിക്കട്ടെ എന്ന്. അപ്പൊ അത് മുആദ് റളിയല്ലാഹുവിന്റെ ആ ഒരു താല്പര്യം എന്താണ്, താൻ ഒരു നന്മ ഇങ്ങനെ കിട്ടിയപ്പോ തന്നെ, വലിയൊരു കാര്യമാണ്, ചെറിയൊരു കാര്യമൊന്നുമല്ല. നമുക്കിത് കേട്ടപ്പോ ഇത് വേറൊരാളെ അറിയിക്കട്ടെ എന്ന് നമുക്ക് തോന്നിയാ, നമ്മൾ ആർക്കെങ്കിലും തോന്നിയാ, അല്ലെങ്കിൽ നമുക്കിതൊരു വലിയ കാര്യമായിട്ട് തോന്നിയോ ആർക്കെങ്കിലും തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ശരിക്ക് തോന്നി, അൽഹംദുലില്ലാ. ശരിക്ക് മുആദ് റളിയല്ലാഹു വല്ലാത്ത അത്ഭുതം ഇത് കേട്ടപ്പോ. കാരണം അപ്പൊ അത് കേട്ട മാത്രം അദ്ദേഹത്തിന്റെ ആ സന്തോഷം കൊണ്ട് അദ്ദേഹം വേഗം എന്ത് ചെയ്യാണ്, ഇത് വേഗം ഒരാളെ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു. അപ്പൊ അത് അധികം ആളുകൾക്ക് ഇത് അറിയില്ല. അഥവാ ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ് നബിയുടെ നാവിന്ന് കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, അത് അറിയിക്കുക. അപ്പം ഒരു നല്ല വാർത്ത, ഒരു നല്ല കാര്യം നമ്മൾ കേട്ടാൽ, ഒരു നല്ലത്, ഒരു നന്മ നമുക്ക് കിട്ടിയാൽ ഉടനെ അത് എന്ത് ചെയ്യണം, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം, അല്ലെ? അങ്ങനെയാണ്. ഒരു ചെറിയ നിസ്സാരമാകട്ടെ ഗൗരവമുള്ളതാവട്ടെ, ഒരു നന്മ നമുക്ക് കിട്ടിയ ഉടനെ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മകനെ, നമ്മുടെ മകളെ, നമ്മുടെ ചുറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോടും അവർക്കും കൂടി ആ ഗുണം കിട്ടട്ടെ എന്ന ഒരു ഗുണകാംക്ഷ. അപ്പൊ അവിടെ അത് മുആദ് റളിയല്ലാഹുവിന് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുക. അപ്പൊ നബി അത് തൽക്കാലം പിന്തിപ്പിക്കാൻ പറഞ്ഞു. എങ്കിലും എന്താണ്, ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. ആ നല്ല ചിന്തയാണത്, താൻ അറിഞ്ഞത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, അഹബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ നമസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതേപോലെ അൽ ഈമാൻ ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെട്ടുകൊണ്ട് ഹദീസിൽ വന്ന ഭാഗങ്ങളാണ് അതൊക്കെ. എന്നാൽ ഈ ഒരു ഹദീസിൽ അഹബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അവനിൽ എത്തിച്ചു കൊടുക്കുക, അവന് ചെയ്തു കൊടുക്കുക എന്നൊക്കെ ആശയമാണത്. അഥവാ ഒരാൾക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അറിയിച്ചു കൊടുക്കൽ നല്ല കാര്യമാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കുറെ കാര്യം ഖുർആൻ പറയുന്നുണ്ട്, അല്ലെ? ഇപ്പോ ഇബ്രാഹിം നബിയുടെ അടുത്ത് മലക്കുകൾ വന്നപ്പോ എന്താ പറഞ്ഞത്? ഫബശ്ശർനാഹു ബിഗുലാം, ഒരു കുട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. അപ്പൊ എന്തിനാണ്? അള്ളാഹുവിന് ഒരു സന്താനത്തെ കൊടുത്താൽ മതി, പക്ഷെ അവിടെ ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് പിന്നെ അള്ളാഹു മലക്കിനെ അയക്കുന്നു. ലൂത്ത് നബീന്റെ നാട്ടിലേക്ക് ആ ജനതയെ ശിക്ഷിക്കാനായിട്ട് പോകുന്നത് വഴി ആ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബീനെ കാണുന്നു. ഇബ്രാഹിം നബീനെ കാണുന്ന സമയത്ത് മലക്കാണെന്ന് മനസ്സിലായില്ല ഇബ്രാഹിം നബിക്ക്, അല്ലെ? ആ ദൃശ്യം അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നതിനൊക്കെയുള്ള വലിയ തെളിവാണ് ഖുർആനിൽ തന്നെ. അപ്പോ ഇബ്രാഹിം നബിക്ക് മനസ്സിലാവുന്നില്ല ഇത് മലക്കാണെന്ന്. ഇബ്രാഹിം നബി സാധാരണ വീട്ടിലെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ ആഹാരം കൊടുക്കണം, അവരെ പിന്നെ എന്ത് ചെയ്യണം, അതിഥികളെ സൽക്കരിക്കുന്നത് പോലെ അവരെ സൽക്കരിച്ചു. അവർക്ക് വേണ്ടി പിന്നെ ഇതിനെ മാംസമൊക്കെ അറുത്ത് പാകം ചെയ്ത് അവരെ മുന്നിൽ കൊടുത്തു. പക്ഷെ അവർ തിന്നുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ
മലക്കുകളാണ്, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ്, പക്ഷെ ഈ വഴി വന്നപ്പോൾ താങ്കൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ സന്താനത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ് അത് ഇബ്രാഹിം നബിയുടെ മനസ്സിൽ അപ്പോ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യക്കും അവർക്കൊക്കെ അത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന് മാരിയത്തുൽ കുബ്തിയിൽ നിന്ന് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചപ്പോ അദ്ദേഹം പിറ്റേ ദിവസം ജനങ്ങളോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉലിദലി അല്ലൈല വലദുൻ വസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം. ഇന്നലത്തെ രാത്രിയിൽ എനിക്കൊരു കുട്ടി പിറന്നു, ഞാൻ അവന് എൻ്റെ പിതാവായ ഇബ്രാഹിം എന്ന് നാമകരണം ചെയ്തു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായ സന്തോഷ വാർത്ത മറ്റുള്ളവരോട് പങ്കുവെച്ചാണ്. അപ്പൊ എന്താണ്, നമ്മുടെ സഹോദരന്റെ സന്തോഷത്തിൽ നമുക്കും സന്തോഷം ഉണ്ടാവും അല്ലെ? ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. നമുക്ക് കുട്ടി, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി ഉണ്ടായതൊക്കെ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മറ്റുള്ളവരെ അറിയിക്കും. അപ്പൊ അവരുടെ പ്രാർത്ഥനകളും അവർക്കും സന്തോഷമാണല്ലോ. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുന്നവർ അതേപോലെ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അറിയിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ കുറെ സംഭവങ്ങളുണ്ട് അങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. എന്നാൽ അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ ശത്രുക്കളിൽ നിന്ന് എല്ലാവരെയും മനസ്സിലാക്കി വേണം ഏറ്റവും അടുത്ത ആളുകളോടും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളോടുമൊക്കെ ഏത് സന്തോഷവും പങ്കുവെക്കാം. എന്നാൽ ചില കാര്യങ്ങൾ അത് അവിടെയും എന്തുണ്ട്, ഇപ്പൊ യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടപ്പോ വാപ്പയോട് പറയുന്നുണ്ട്, ഇപ്പൊ വാപ്പ പറയുന്നുണ്ട് നീ നിന്റെ സഹോദരങ്ങളോട് ഇത് പറയണ്ടെന്ന്. അവിടെയൊക്കെ ചില കാര്യങ്ങൾ ചിലരോട് പറയാതിരിക്കലാണ് ഹൈറ്. ചിലത് പറയുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഗുണകരമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ ദീനിന്റെ കാര്യങ്ങൾ. അത് ആളുകൾക്ക് ഒരു നന്മ എത്തിച്ചു കൊടുക്കുക, അതൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്, അവർക്ക് സ്വർഗം കിട്ടുന്ന കാര്യമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പം ആ ദഅവ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ആത്യന്തികമായി ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പൊ അത് നിർവഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. അപ്പം ഏതൊരു നന്മയിലും മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് ഈ ഹദീസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇനി ഉടനെ എല്ലാവരോടും പറയണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അള്ളാഹു ശിക്ഷിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഭയം നഷ്ടപ്പെട്ടു പോകും. അതായത് ഇപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യ വിശാലതയിൽ മാത്രം എന്ത് ചെയ്യരുത്, അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഒരു ഭയം നീങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ ഭയം നീങ്ങിപ്പോകുന്ന തരത്തിൽ കാരുണ്യത്തിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. അതായത് നമുക്കറിയാം അള്ളാഹുവിന്റെ കുറിച്ചുള്ള പ്രതീക്ഷ എങ്ങനെയായിരിക്കണം, രണ്ടിന്റെ ഇടയിലായിരിക്കണം എന്നാ. അതായത് ഹൗഫ് ഉണ്ടാവണം, റജാ ഉണ്ടാകണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിലെ പ്രതീക്ഷ ഉണ്ടാകണം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്നിനേക്കാൾ കൂടാൻ പാടില്ല എന്നാണ്. രണ്ടും തുല്യമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് സന്ദർശിക്കാനൊക്കെ പോകുമ്പോൾ ഒരാൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അയാളോട് സംസാരിക്കുന്നുണ്ട്, നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയും അതേപോലെ ഒപ്പം എൻ്റെ തെറ്റിനെ കുറിച്ച് എനിക്ക് ഭയവുമുണ്ട് അദ്ദേഹം പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതേപോലത്തെ സന്ദർഭത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ ഇത് രണ്ടും ഉണ്ടായാൽ അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നൽകുകയും അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു അവന് രക്ഷ നൽകുകയും ചെയ്യുമെന്ന്. അപ്പൊ ഇത് രണ്ടും വേണം. അമിതമായ കാരുണ്യത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഭയമില്ലാത്തവരായി മാറരുത്. ഇനി അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ തീരെ പ്രതീക്ഷയില്ലാത്തവരുമായിട്ടും മാറരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയത്തഖിലു, അവർ അതിൽ മാത്രം, ആ കാരുണ്യത്തിൽ മാത്രം അങ്ങനെ അഭയം തേടിപ്പോകും. അപ്പൊ അത് ഭയപ്പെടണമെന്നും കൂടി ഈ ഹദീസിൽ പരാമർശിക്കുന്നു. മറ്റൊരു വിഷയം, അള്ളാഹു റസൂലുഹു അഅലം എന്ന് നേരത്തെ പറഞ്ഞു വന്നാൽ അലം എന്നാണ് സ്വഹാബിമാര് പറഞ്ഞിരുന്നത്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ റസൂലാണല്ലോ, അപ്പൊ അതുകൊണ്ട് വഹി ലഭിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ കാര്യം അറിയാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ സാധാരണ അള്ളാഹു അലം എന്ന് പറഞ്ഞാൽ മതി. നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ അള്ളാഹു അലം.
അള്ളാഹുവിനാണ് അറിയുക, അള്ളാഹുവിനെ അറിയാം. അതായത് എനിക്കറിയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആലം എന്ന നമ്മൾ പറയേണ്ടത്. ഇനി മറ്റൊരു വശം ഇതിൽ ഇൽമ് പ്രത്യേകമാക്കുക. അതായത് മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മറ്റുള്ളവരോട് പറഞ്ഞില്ല, അഥവാ അധിക സ്വഹാബിമാരോടും ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ചില ആളുകളോട് നമുക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇൽമിൽ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളോട് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനും മറ്റുമൊക്കെയുള്ള ആ അനുവാദമുണ്ട് എന്ന് അവിടെ മനസ്സിലാക്കാം. മുആദ് റളിയല്ലാഹു അൻഹു തന്നെ ഇത് അവസാന കാലത്താണ് ഈ ഹദീസ് പറയുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അതുവരെ അദ്ദേഹം നബിയുടെ ആ കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ ആദ്യകാലത്ത് തന്നെ പറഞ്ഞില്ല, അവസാന കാലത്താണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇതാണ്. ചില കാര്യങ്ങൾ ചില ആളുകൾ, ഇപ്പൊ നബിയുടെ കൂടെ പോകുന്ന ആളുകളോട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട്, അനസ് റളിയല്ലാഹുവിനോട്, അങ്ങനെ പ്രത്യേകമായി അബൂദർ റളിയല്ലാഹുവിനോട്, അവരോടൊക്കെ ഇങ്ങനെ പിന്നെ ഹദീസിലൊക്കെ നമുക്ക് കാണാം, ഇവരോടൊക്കെ നബി പ്രത്യേകമായിട്ട് ചില വസിയത്തുകൾ കൊടുത്തിട്ടുണ്ട്, ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരോട് മാത്രം പ്രത്യേകമായി നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവാണ്. ചില ആളുകൾ അത് അവരോടുള്ള അടുപ്പവും അവരോടുള്ള സ്നേഹവും കൊണ്ട് അവരോട് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പങ്കുവെക്കുകയും അവരിലൂടെ മറ്റുള്ളവർക്ക് കൂടി കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസത്തിന്റെ ഇതനുസരിച്ചാണ്. പിന്നെ അപ്പം ഇൽമ് കിട്ടുന്ന ആളുകളോടൊപ്പം എപ്പോഴും സഹവസിച്ചാൽ നമുക്കും അത്തരത്തിൽ ഇൽമിന്റെ പല കാര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇൽമ് കിട്ടുന്ന ആളുകളോടൊപ്പം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പങ്കുചേർന്നുകൊണ്ടിരുന്നാൽ നമുക്കും അത്തരത്തിലുള്ള അറിവുകൾ നേടിയെടുക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. ഇപ്പൊ നബി എന്തിലാണ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് റളിയല്ലാഹു അൻഹു കൂടി എന്തിലാ സഞ്ചരിച്ചത്? കഴുതപ്പുറത്താണ്. അപ്പൊ ഒരു കഴുതപ്പുറത്തൊക്കെ ഒരു പ്രവാചകന് സഞ്ചരിക്കാമോ എന്ന് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് മുആദ് റളിയല്ലാഹുവിന്റെ കൂടെ സഞ്ചരിച്ചു. അപ്പം ഒരു നിസാരമായ വാഹന മൃഗത്തിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചു. അതോടൊപ്പം പ്രവാചകൻ തന്റെ കൂടെ മുആദ് റളിയല്ലാഹുവിനെയും കയറ്റി. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവത്തിന്റെ മാഹാത്മ്യം അല്ല വിനയത്തിന്റെ അടയാളമാണ്. അതല്ലാതെ വലിയ ഒട്ടകപ്പുറത്ത് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, കുതിരപ്പുറത്ത് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അങ്ങനെയല്ല. സാധാരണ രാജാക്കന്മാരും അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെയൊക്കെ മന്ത്രിമാരും ഒക്കെ പ്രത്യേകമായ അതിനായിട്ട് ആഡംബര വാഹനങ്ങളും അവർക്കായിട്ട് വേഗം പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പ്രത്യേകമായ അങ്ങനെ വാഹനമൊന്നുമില്ല. ഏത് വാഹനം കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സാധാരണ വാഹനമാകട്ടെ, സാധാരണ മൃഗമാകട്ടെ, കഴുതയാകട്ടെ, കുതിരയാകട്ടെ, ഒട്ടകമാകട്ടെ, എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവത്തിന്റെ വിനയത്തിന്റെ അടയാളം കൂടിയാണ്. ഇനി അതോടൊപ്പം ഒരു മൃഗത്തിന്റെ പുറത്ത് സഞ്ചരിക്കാം, അല്ലെ, മൃഗങ്ങളെ വാഹനമായിട്ട് സ്വീകരിക്കാം എന്നതിന് തെളിവാണ് ഈ ഹദീസ്. അതേപോലെ ഒരു മൃഗത്തിന്റെ പുറത്ത് ഒന്നിലധികം ആളുകളെ കയറ്റാം എന്നൊക്കെ ഇതിൽ നമുക്ക്, അതായത് അതിന്റെ ഇതിനനുസരിച്ച്, അതിന്റെ ത്വാക്കത്തനുസരിച്ചായിരിക്കണം. അഥവാ മറ്റൊരു ഹദീസിൽ നബി തന്നെ പറയുന്നുണ്ട്, പിന്നെ ഒരു ഒരു പിന്നെ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ 3 ആളുകളെ സഞ്ചരിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുന്നുണ്ട്. ഒന്നിനെയും നിങ്ങൾ അതിന് സാധിക്കാത്തത് അതിനെ വഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിട്ട് വിരോധിച്ചുകൊണ്ട് ആളുകളെ താഴെ ഇറക്കുന്നുണ്ട്. അപ്പം മൃഗങ്ങളുടെയൊക്കെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ അതിന് കഴിയാത്ത, അതിന് ഭാരം താങ്ങാവുന്നതിലപ്പുറം അത് ഇനി ആളുകളെ സഞ്ചരിക്കലല്ല, ഇനി അതിനെ കൊണ്ട് പിന്നെ ജോലി എടുപ്പിക്കലാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മൾ കൃഷിക്കും അതേപോലെ തടി ഒക്കെ വലിക്കാനും എടുക്കാനൊക്കെ ആനകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒക്കെ രീതികളുണ്ട് അല്ലെ. അപ്പൊ ആ രൂപത്തില് മൃഗങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ പോലും അതിനോടൊരു ക്രൂരത ഉണ്ടാവരുത്, അതിനോടൊരു മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കണം, അതിനോടും കാരുണ്യം കാണിക്കണം എന്ന വിഷയമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന വാഹനപ്പുറത്തൊക്കെ അല്ലെങ്കിൽ മൃഗത്തിന്റെ പുറത്തൊക്കെ ഒന്നിലധികം ആളുകൾക്ക് സഞ്ചരിക്കാം എന്നതും അവിടെ നമുക്ക് ഹദീസിൽ കാണാം. പിന്നെ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവസാനമായിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശ്രേഷ്ഠത കൂടി ഇതിന്റെ പിന്നെ ഹദീസിൽ നമുക്കുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് നബി മുആദ് റളിയല്ലാഹുവിനെ തെരഞ്ഞെടുത്തു. മുആദ് റളിയല്ലാഹുവിനെ പേര് വിളിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉപദേശങ്ങൾ. അപ്പൊ അത്രയൊരു അടുപ്പം, നല്ലൊരു അടുപ്പം മുആദ് റളിയല്ലാഹു അൻഹുവുമായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ യമനിലേക്ക് ദഅവത്തിന് വേണ്ടിയിട്ട് അല്ലെ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെടുത്ത് ചെന്നിട്ട് യാ മുആദ് ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സ്വഹാബി കൂടിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിച്ചു, ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും അല്ലെ ആ പ്രത്യേകതയും, അപ്പൊ അത് നമുക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് അല്ലെ നല്ല സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട് ചില ആളുകളോടൊക്കെ നമുക്കൊരു അടുപ്പവും സ്നേഹവും തോന്നാറല്ലോ. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇഷ്ടം, നമ്മുടെ ആദർശ സുഹൃത്തുക്കള്, സ്നേഹബന്ധുക്കള് അല്ലെ, എപ്പോഴും നമ്മൾ കാണുന്നവർ, എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവുന്ന ആളുകൾ. അപ്പൊ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കണം. അവരെ കാണാത്തപ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാകാറുണ്ട് അല്ലെ, നമുക്ക് പിന്നെ അവരെ കാണാത്ത അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതില് സഗീർക്ക ക്ലാസ് തുടങ്ങാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്. സഗീർക്ക ക്ലാസ് തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടായി നമ്മളെ അദ്ദേഹത്തിന് കുറച്ച് സുഖമില്ലാതെ പ്രയാസത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ MSMന്റെ നോമ്പുതുറയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, അതേപോലെ MVP-യുടെ നോമ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, ഏത് സ്ഥലത്ത് കാണുന്ന ആളുകളെ കാണാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അവരെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമൊക്കെ ഉണ്ടാവും. അപ്പം മനുഷ്യരാണ്, ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അള്ളാഹു അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും അസുഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി തെരുമാറാകട്ടെ. നമ്മൾ അത്തരത്തിൽ എല്ലാവരോടും നല്ല ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുകയും അത് അറിയിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അവരെ കാണാത്തപ്പോഴൊക്കെ വിശേഷങ്ങൾ അറിയാനൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അത് ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി, അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സഹാബി കൂടിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. അതേപോലെ പിന്നെ ദീനി വിജ്ഞാനം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബഹറുൽ ഇൽമ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിത ലോകം പറയുന്നത്. ബഹറുൽ ഇൽമ്, ഒരു വിജ്ഞാനത്തിന്റെ സാഗരമായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. പല കാര്യത്തിലും സഹാബിമാര് പിന്നെ പല വിഷയത്തെക്കുറിച്ചും ഫത്വയും അതേപോലെ സംശയ ദൂരീകരണവും ഒക്കെ വരുത്താൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാം. അതേപോലെ കർമ്മശാസ്ത്ര രംഗത്ത് ഖുർആനിനെ കുറിച്ചുള്ള അറിവ്, ഫിൽ ഖുർആനി വൽ അഹ്കാമി വൽ ഇൽമി, ഇതിലെല്ലാം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ അറിവിലുള്ള ആഴം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ യാത്രയാക്കുന്ന സമയത്ത് നബി മുആദിന്റെ പിന്നെ ഈ വാഹന മൃഗത്തിൽ പിടിച്ചുകൊണ്ട് ആ മദീനയുടെ ആ പുറത്തേക്ക് എത്തുന്നത് വരെ നബി അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ ആ വാഹനത്തിന്റെ ഇതിൽ പിടിച്ചിട്ട് മുആദിന്റെ കൂടെ നടന്നു പോയിട്ടുണ്ട് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആകുന്നതിന് മുമ്പ് യമനിലേക്ക് യാത്ര, പിന്നീട് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആയിട്ടുണ്ട്. അപ്പൊ ആ മുആദിനെ പിന്നെ അങ്ങോട്ട് യമനിലേക്ക് ഇങ്ങനെ നിയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ വന്നാൽ അവർ പോയി അവർ വാഹനത്തിലേക്കൊക്കെ കയറി ഗേറ്റിന് അപ്പുറത്തേക്കൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് കൂടെ പോകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ കൂടെ ഇങ്ങനെ നടന്ന് ആ ഒട്ടകത്തിന്റെ കൂടെ പിന്നെ സഞ്ചരിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രയും ഹൃദയബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒന്നാമത്തെ ഭാഗത്ത് കിതാബ് തൗഹീദ് എന്ന ആ ടൈറ്റിലിന്റെ രീതിയിലുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നമ്മളത് നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതില് വിശദീകരണങ്ങൾ ഒഴിച്ച് പ്രധാന പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക, നോക്കുക. അത് നോട്ട് ചെയ്യേണ്ടത് നോട്ട്ബുക്കുകളിലേക്ക് ഇങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞ 3 പിന്നെ മസാലകൾ, കുറെ മസാലകൾ പറഞ്ഞ ആയത്തുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ ഈ ഹദീസിലെ പാഠങ്ങൾ നമ്മൾ എഴുതി വെക്കുക. നമുക്ക് ഇതിന്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പിന്നെ അത് നോട്ടിൽ എഴുതി വെച്ചാലാണ് നമുക്കത് പഠിക്കാനും പെട്ടെന്ന് ഓർമ്മ കിട്ടേക്കുള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.